ഹായ് ഓൾ, മിഡ് ക്യാപ് ഡോക്ടറിൻ്റെ പോസ്റ്റ് മാർക്കറ്റ് പ്രീ മാർക്കറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നിങ്ങളുടെ എന്താ പറയുന്നത് മെൻ്റൽ കപ്പാസിറ്റി പരിശോധിക്കുന്ന ഒരു ദിവസമായിരുന്നു അല്ലേ? നിങ്ങൾക്ക് എത്രത്തോളം ക്ഷമയുണ്ട്, എത്രത്തോളം മാർക്കറ്റിൽ പിടിച്ചിരിക്കാൻ പറ്റും, എത്രത്തോളം പിന്നെ എന്താ പറയുന്നത് മാർക്കറ്റിൽ നോക്കിയിരുന്ന് ട്രേഡ് ചെയ്യാതിരിക്കാൻ പറ്റും എന്നൊക്കെ പരീക്ഷിച്ചറിയാൻ പറ്റുന്നൊരു ദിവസമായിരുന്നു അല്ലേ? ഇന്ന് രാവിലെ കറക്റ്റ് 10 മണിയായപ്പോൾ നമ്മളുടെ ട്രേഡ് അവസാനിച്ചു അല്ലേ? അപ്പം ഇത് കേട്ട് തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ എൻ്റെ വീഡിയോയിൽ ഒരിക്കലും ലൈക്ക് ചെയ്യാനോ സബ്സ്ക്രൈബ് ചെയ്യാനോ ഒന്നും പറയാറില്ല. പക്ഷെ അത് പറയാത്തതിൻ്റെ ഒരു അപാകത ഉണ്ടോ എന്ന് എനിക്കിപ്പോൾ ഒരു സംശയമുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നവർ ജസ്റ്റ് ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണം. നിങ്ങൾക്ക് താല്പര്യമെങ്കിൽ എൻ്റെ ഈ വീഡിയോ ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങളൊന്ന് കമൻറ്റ് കൂടെ ചെയ്തേക്കുക. ഓക്കെ, പിന്നെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതാണ് കാണുന്നതെങ്കിൽ അവർ സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക. ഇത്ര എനിക്ക് പറയാനുള്ളൂ. തൽക്കാലം ഇപ്പം ലൈക്ക് അടിക്കുക. ഓക്കെ, ഇപ്പോൾ തന്നെ അടിച്ചേരേ. ശരി, ഓക്കെ. അപ്പോൾ നമുക്ക് കം ടു ദ പോയിൻറ്റ്. അപ്പോൾ നമ്മൾ ഇന്ന് മാർക്കറ്റ് എന്താണ്, ഇവിടെ ഒരു ഗ്യാപ്പ് ഡൗണിലാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്തത്. ഫ്ലാറ്റ് ഓപ്പണിംഗ് ആയിരുന്നു. നമുക്കിന്ന് ഫ്ലാറ്റ് ഓപ്പണിംഗ് ആയിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു 2 സെക്ഷനാണ് നമ്മളത്, 2 റേഞ്ചാണ് നമ്മൾ തന്നില്ലേ. ഒരു റേഞ്ച് ഇതും ഒരു റേഞ്ച് ഇതും. ഏത് റേഞ്ചിലാണോ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നത് അതിനനുസരിച്ച് നമ്മൾ കാര്യങ്ങൾ ചെയ്യണം എന്ന് പറഞ്ഞിരുന്നു. ഇങ്ങനൊരു ട്രെൻഡ് ലൈനും വരച്ചിട്ടിരുന്നു. മാർക്കറ്റ് രാവിലെ ഓപ്പൺ ചെയ്തു, നേരെ ഗ്യാപ്പ് ഡൗൺ ഇല്ല, നേരെ മാർക്കറ്റ് നേരെ താഴോട്ട് പോയി അല്ലേ? താഴോട്ട് പോയി നമ്മുടെ ട്രെൻഡ് ലൈനും നമ്മുടെ സപ്പോർട്ട് ലൈനും നമ്മുടെ റേഞ്ച് ലൈനും വന്ന് കറക്റ്റ് സപ്പോർട്ട് എടുത്തു. അപ്പോൾ ഈ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ഇവിടുന്ന് ഒരു അപ്സൈഡ് നിങ്ങൾക്കൊരു സി നോക്കാം എന്ന് പറഞ്ഞു. നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഇതിൻ്റെ താഴത്തെ ലോ അല്ലേ? സ്റ്റോപ്പ് ലോസ് കൃത്യമായിട്ട് ഞാൻ പറഞ്ഞു തന്നിരുന്നു. ഇതിൻ്റെ താഴത്തെ ലോ ഇട്ടുകൊണ്ട് നമുക്ക് കൃത്യമായ സ്റ്റോപ്പ് ലോസ് ഇട്ടുകൊണ്ട് നമുക്ക് ഇവിടുന്ന് ഒരു മേലോട്ട് ട്രേഡ് നോക്കാം എന്ന് ഞാൻ പറഞ്ഞിരുന്നു. അങ്ങനെ ട്രേഡിന് പലരും എൻട്രി എടുത്തു. കൃത്യമായി നമ്മൾ പറഞ്ഞ ടാർഗറ്റ് അടിച്ചു. 22,963 നമ്മുടെ പോയിന്റിൽ വന്ന് റിജക്റ്റ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഞാൻ അപ്പോഴേ പറഞ്ഞു മാർക്കറ്റ് ഇവിടെ എത്തിയപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ പ്രോഫിറ്റ് ബുക്ക് ചെയ്തു, നിങ്ങൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് ഇറങ്ങിക്കോളം പറഞ്ഞു. പലരും ഇറങ്ങി, ഒത്തിരി പേര് സ്ക്രീൻഷോട്ടൊക്കെ അയച്ചു തന്നു, എല്ലാവരും ഹാപ്പിയായി. അതിനുശേഷം ഞാൻ പറഞ്ഞു ഇന്ന് ട്രേഡ് ഇനിയില്ല, കിട്ടിയതും കൊണ്ട് നിങ്ങൾ പോവുക. 10 മണിയായതേ ഉള്ളൂ. നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണൽ കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് പോകാം. ഒരു കാരണവശാലും നിങ്ങൾ ഇനി മാർക്കറ്റ് നോക്കിയിരിക്കില്ല. കാരണം നമുക്ക് ന്യായമായിട്ടുള്ളത് കിട്ടി അല്ലേ? ന്യായമായിട്ടുള്ളത്, അതായത് ഏകദേശം 876 to 963, ഏകദേശം 90 പോയിൻറ്റ് വേണ്ട, ഒരു 80 പോയിൻറ്റ് സ്ട്രൈക്കിനകത്ത് കിട്ടുവാണെങ്കിൽ നിങ്ങൾക്കൊരു എങ്ങനെ പോയാലും ഒരു 20 പോയിൻറ്റ് 25 പോയിൻറ്റ് നിങ്ങൾക്ക് എന്തായാലും ഗ്രാബ് ചെയ്യാൻ പറ്റും. പോട്ടെ, 10 പോയിൻറ്റ് കിട്ടിയോ? 10 പോയിൻറ്റ് 750 രൂപ ആയില്ലേ? ഇല്ലേ? 80 പോയിൻറ്റ് ഇവിടുന്ന് ഇവിടം വരെ അച്ചീവ് ചെയ്താൽ 90 പോയിൻ്റ് ഉണ്ട്, 80 പോയിൻറ്റ് കൂട്ടിയാൽ മതി. ATM സ്ട്രൈക്ക് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡെൽറ്റ 5 എന്ത് കിട്ടും? പകുതി പൈസ കിട്ടും. അപ്പോൾ അങ്ങനെയാണ് 40 പോയിൻറ്റ്. പോട്ടെ 30, പോട്ടെ 20 പോയിൻറ്റ് 1500 രൂപ കിട്ടത്തില്ലേ? ഇന്നത്തെ പരിപാടി അവസാനിപ്പിക്കുമല്ലോ നിങ്ങൾക്ക് സുഖമായിട്ട് ഇല്ലേ? ഞാനതാണ് പറഞ്ഞത്, നിങ്ങൾ ഇനി ട്രേഡ് ചെയ്യില്ല, നിങ്ങൾ കിൽസ് ചോണാക്കിയിട്ട് നിങ്ങൾ പോകണം എന്ന് ഞാൻ പറഞ്ഞത്. അതിനാണ് അനുസരിച്ചവർക്കെല്ലാം ഓക്കെ താങ്ക് യു എന്ന് ഞാൻ പറയത്തുള്ളൂ. കാരണം നിങ്ങൾ അനുസരണശീലം പഠിച്ചു, നിങ്ങൾ നിങ്ങളെ തന്നെ നിയന്ത്രിക്കാൻ പഠിച്ചു. അങ്ങനെ നിയന്ത്രിക്കാൻ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾ വിജയിക്കും. എനിക്ക് അത്ര മാത്രമേ പറയാനുള്ളൂ. അതിനുശേഷം നമ്മുടെ പോയിന്റിൽ പോയിട്ട് എന്ത് ചെയ്തു? മാർക്കറ്റ് റിജക്റ്റ് ചെയ്തു അല്ലേ? റിജക്റ്റ് ചെയ്ത് നേരെ താഴെ വന്നു, നമ്മുടെ സപ്പോർട്ടും ബ്രേക്ക് ചെയ്തു. ഓക്കെ, സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് നേരെ താഴെ പോയി പിന്നെ ഒരു കൺസോളിഡേഷൻ സ്റ്റേജിലായിരുന്നു. അപ്പം എന്നോട് ഒരാൾ, നമ്മുടെ ഗ്രൂപ്പിലുള്ള തന്നെ സ്ഥിരമായി ആക്റ്റീവായിട്ട് ട്രേഡ് ചെയ്യുന്ന ഒരാളിനോട് ചോദിച്ചു, സാർ എന്തുകൊണ്ട് PE പറഞ്ഞില്ല? PE ഇവിടുന്ന് നോക്കിയില്ല, ഇവിടുന്ന് ഒരു PE ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നല്ലോ, എന്തുകൊണ്ട് ഇത് നമുക്ക് ഗ്രാബ് ചെയ്യാൻ പറ്റിയില്ല, ഇതെന്തുകൊണ്ട് എടുത്തില്ല എന്നൊരാളിനോട് ചോദിച്ചു. അതിനുള്ള ആൻസർ ഞാൻ എൻ്റെ വീഡിയോയിൽ പല പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ഒരു PE സെറ്റപ്പ് ഇല്ല, മനസ്സിലായി? എനിക്കൊരു PE സെറ്റപ്പ്, എനിക്ക് ഈ ഒരു സെറ്റപ്പ് മാത്രമേ ഉള്ളായിരുന്നു. ഇവിടുന്ന് ഒരു റിജക്ഷൻ വരുമ്പോൾ ഇവിടുന്ന് ഒരു ട്രേഡ് എടുക്കുക എന്നുള്ളൊരു സെറ്റപ്പ് മാത്രമേ എനിക്കുള്ളായിരുന്നു. അപ്പം എൻ്റെ സെറ്റപ്പിലോട്ട് മാർക്കറ്റ് വന്നപ്പോൾ ഞാൻ ട്രേഡ് എടുത്തു. അതാണ്
മനസ്സിലായോ? അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മളൊരു ട്രേഡ് ചെയ്യാൻ ഒരു സിസ്റ്റത്തിൻ്റെ മുന്നിൽ ഇരിക്കുമ്പോൾ നമ്മളുടെ ട്രേഡ് സെറ്റപ്പ് വരാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യണം. ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ സെറ്റപ്പിലേക്ക് നമ്മൾ ഒരു ട്രേഡ് പ്ലാൻ ചെയ്തിട്ടുണ്ട് ഇല്ലേ? നമ്മളൊരു ട്രേഡ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഇവിടുന്ന് ഇവിടം വരെ നമ്മൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ ട്രേഡ് എടുക്കുമെന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ട്. ആ സെറ്റപ്പിലേക്ക് മാർക്കറ്റ് വരുമ്പോൾ നമ്മളുടെ പരിപാടി നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുക. ഓക്കെ, അവിടെ ലാഭമായാലും നഷ്ടമായാലും അത് എക്സിക്യൂട്ട് ചെയ്യുക. നഷ്ടമാണെങ്കിൽ സ്റ്റോപ്പ് ലോസ് അടിച്ച് തിരിച്ചിറങ്ങുക. ലാഭമാണെന്നുണ്ടെങ്കിൽ അത് മേടിച്ചുകൊണ്ട് നമ്മൾ ഇറങ്ങി പോവുക. ഓക്കെ, ഇവിടുന്ന് ഇങ്ങോട്ടൊരു സെറ്റപ്പ് എനിക്കൊരു വ്യൂ ഇല്ലായിരുന്നു ഇങ്ങോട്ട്. കാരണം ഏത് നിമിഷം മാർക്കറ്റ് റിജക്റ്റ് ചെയ്യും എന്നുള്ള ഒരു ടെൻഡൻസി ആയിരുന്നു എനിക്ക്. പക്ഷേ മാർക്കറ്റ് നേരെ താഴോട്ട് വന്നു. ഓക്കെ, താഴോട്ട് വന്ന് നിങ്ങൾക്ക് എടുക്കാവുന്നവർ എടുത്തു, നോ പ്രോബ്ലം. നിങ്ങൾക്ക് ഇത് അച്ചീവ് ചെയ്യാൻ പറ്റിയെങ്കിൽ ഓക്കെ, കാരണം നിങ്ങളുടെ സെറ്റപ്പ് അത് മനസ്സിലായി. നിങ്ങൾക്ക് അതിനെപ്പറ്റിയുള്ള വ്യൂ ഉണ്ട്. പക്ഷേ എനിക്കതിൻ്റെ സെറ്റപ്പ് ഇല്ല. ആ സെറ്റപ്പ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ട്രേഡ് ചെയ്യുന്നില്ല. അത്രേ ഉള്ളൂ. അപ്പോൾ ഞാൻ എൻ്റെ സെറ്റപ്പിൽ വരുമ്പോൾ മാത്രമേ ഞാൻ ട്രേഡ് ചെയ്യാറുള്ളൂ. ഓക്കെ, അതാണ് അതിൻ്റെ പിന്നിലെ ലോജിക്ക്. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇന്ന് ആ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വീഡിയോയിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതിന് ശേഷം മാർക്കറ്റ് എന്ത് സംഭവിച്ചു? വന്നു, മേലോട്ട് കയറി, വീണ്ടും സപ്പോർട്ട് എടുത്തു, വീണ്ടും താഴെ പോന്നു, വീണ്ടും സപ്പോർട്ട് എടുത്തു. ഇത് നോക്കിക്കേ, ഒരു ഹയർ ലോ ഫോർമേഷനാണ്. ഓക്കെ, ഒരു ഹയർ ഹൈ വന്നു, പിന്നെ ഒരു ഹയർ ലോ, പിന്നെ ഒരു ഹയർ ഹൈ വന്നു, പിന്നെ ഒരു ഹയർ ലോ. അങ്ങനെ ഹയർ ഹൈ ഹയർ ലോ പോയി മാർക്കറ്റ് മുകളോട്ട് തന്നെ റാലി ചെയ്തു. ഓക്കെ, പക്ഷേ നമ്മൾ അവിടെ ചെയ്തില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത് നമുക്കിവിടെ ഒരു കൺഫ്യൂസ്ഡ് മാർക്കറ്റാണ്. മുകളോട്ട് പോകും, താഴോട്ട് പോകുന്ന. അപ്പോൾ നമുക്കിവിടെ നഷ്ടം വരാനുള്ള സാധ്യത വളരെ കൃത്യമായിട്ട് നോക്കിയിരുന്ന് ട്രേഡ് ചെയ്തില്ലെങ്കിൽ ഇവിടെ നമുക്ക് നഷ്ടം വരാനുള്ള സാധ്യത കൂടുതലാണ്. അത് മാത്രമല്ല, ഇന്നിപ്പോൾ ചൊവ്വാഴ്ചയാണ്, എക്സ്പയറിക്ക് 2 ദിവസമേ ഉള്ളൂ. മാർക്കറ്റ് ചിലപ്പോൾ DK വരാനുള്ള സാധ്യതയും നമുക്ക് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? ട്രേഡ് എടുത്തില്ല. എടുത്തവർക്ക് ഓക്കെ, ഇവിടുന്ന് എടുത്തു കഴിഞ്ഞാൽ ഇവിടം വരെ വന്നപ്പോഴേ എത്ര നേരം, ഈ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇരുന്നപ്പോഴാണ് ഇവിടം വരെ വന്നത്. എത്രത്തോളം നിങ്ങൾക്ക് കൺട്രോൾ ചെയ്ത് ഇവിടം വരെ പിടിച്ചിരിക്കാൻ പറ്റും എന്നുള്ള കാര്യം എനിക്കറിയില്ല. പിന്നെ അവസാന നിമിഷം ഞാൻ പറഞ്ഞു, മാർക്കറ്റ് കറക്റ്റ് നമ്മുടെ ഈ റേഞ്ചിൽ വന്ന് റിജക്ഷനായി ഇല്ലേ? റിജക്ഷനായപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് ഇവിടുന്ന് സ്ട്രിക്റ്റായിട്ട് സ്റ്റോപ്പ് ലോസ് ഇട്ടുകൊണ്ട് നിങ്ങൾക്ക് ഇവിടുന്ന് ഒരു ട്രേഡ് നോക്കാം. ഞാൻ ഇത് റെക്കമെൻഡ് ചെയ്യുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ റിസ്ക് എടുക്കുന്നവർക്ക് റിവാർഡ് കിട്ടും, റിസ്ക് എടുക്കുന്നവർക്ക് വിസ്കി കിട്ടും എന്നൊക്കെ ഞാൻ ഗ്രൂപ്പിൽ പറഞ്ഞു. അങ്ങനെ എടുക്കേണ്ടവർക്ക് എടുക്കാം എന്ന് ഞാൻ പറഞ്ഞു. നിങ്ങൾ ഇവിടുന്ന് എടുത്തവർക്ക് ഒരു 22,963 ഒരു 40 പോയിൻറ്റിൻ്റെ ഡൗൺ കിട്ടി. ഇങ്ങോട്ട് കിട്ടി. ഒരു 10-15 പോയിൻറ്റ് നിങ്ങൾക്ക് കിട്ടി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നത്. കിട്ടിയില്ലെങ്കിൽ നോ പ്രോബ്ലം. ഓക്കെ, ഞാൻ പറഞ്ഞത് ഇവിടുത്തെ ഒരു റിജക്ഷനുള്ള സാധ്യതയുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടുന്ന് ട്രേഡ് നോക്കാം എന്ന് ഞാൻ പറഞ്ഞു. ബട്ട് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല. കാരണം ഹൈലി റിസ്ക്കാണ്. ഞാൻ എഴുതിയത് വെരി ഹൈ വോൾട്ടേജ് എന്ന് എഴുതിയത്. കാരണം അവിടെ ഭയങ്കര റിസ്ക്കാണ്. ചിലപ്പോൾ ഒരു പക്ഷെങ്കിൽ നമുക്ക് പെട്ടെന്നൊരു ഹ്യൂജ് ക്യാൻഡിലൂടെ വീഴും. പെട്ടെന്നൊരു ഹ്യൂജ് ക്യാൻഡിൽ വീണ് കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റോപ്പ് ലോസ് അടിച്ചു അല്ലെങ്കിൽ വെച്ചിട്ടില്ലെന്നുണ്ടെങ്കിൽ നല്ല നഷ്ടം വരും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഹൈ റിസ്ക് ആണ് എന്ന് ഞാൻ പറയുന്നത്. എങ്കിലും അങ്ങോട്ട് പോയില്ല, റിജക്ഷൻ വന്നു. ചെറിയൊരു പോയിന്റ് കിട്ടി കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇന്നത്തെ സെറ്റപ്പ് മുഴുവൻ ഇതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ സെറ്റപ്പ് വരുമ്പോൾ നമ്മൾ ട്രേഡ് ചെയ്യുക, അല്ലെങ്കിൽ നമുക്ക് ട്രേഡ് ചെയ്യരുത്. കാരണം നമ്മൾ ട്രേഡ് നടക്കുന്നതിന് നമുക്കൊരു പ്ലാനും പദ്ധതിയും ഉണ്ട് ഇല്ലേ? ആ പ്ലാൻ വെച്ചാണ് നമ്മൾ ട്രേഡ് ചെയ്യുന്നത്. ആ പ്ലാനിലേക്ക് മാർക്കറ്റ് വരുവാണെങ്കിൽ ട്രേഡ് ചെയ്യുക, ഇല്ലെങ്കിൽ ട്രേഡ് ചെയ്യരുത്. ഓക്കെ, മിണ്ടാതിരിക്കുക. അങ്ങനെ കുറച്ച് നാളൊക്കെ ഇങ്ങനെ അനങ്ങാതിരുന്നും പഠിക്കുക. അങ്ങനെയാകുമ്പോൾ നിങ്ങൾക്ക് കുറച്ചൊക്കെ എന്താ പറയുന്നത്, ഒരു ആത്മസംയമനം പാലിക്കാനുള്ള ഒരു കഴിവ് നിങ്ങൾക്ക് വരും. ഓക്കെ, അപ്പോൾ അത്രയും ഭാഗം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അപ്പോൾ നാളത്തെ കാര്യം നമുക്ക് നോക്കാം. ലൈക്ക് അടിക്കാത്തവർ ലൈക്ക് അടിക്കണം, ദൈവത്തെ ഓർത്ത് പ്ലീസ്. ലൈക്ക്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? നമുക്കിനി നാളത്തെ സംഗതികൾ നോക്കാം. നാളത്തെ സംഗതികൾ നോക്കാനൊന്നുമില്ല. നമ്മുടെ റേഞ്ചിലാണ് മാർക്കറ്റ് നിൽക്കുന്നത്. ഒന്നും പറയാനില്ല. ഇതാ നോക്ക്, ഈ 2 റേഞ്ചാണ് നമ്മുടെ നാളത്തെ റേഞ്ച്. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് ഗ്രീനാക്കാം. ഇത് രണ്ടും നമ്മുടെ റേഞ്ച്. മാർക്കറ്റ് ഇതിനകത്ത് ഓപ്പൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും നോക്കണം. നമുക്ക് ഇതിനെ വേണം നമുക്ക് ഇച്ചിരി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. ഇത്ര ഇങ്ങനെ ഇരിക്കട്ടെ. ഓക്കെ, അപ്പോൾ താഴത്തേത് വേണം നമുക്ക് ഇങ്ങനെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. ഇതാണ് ഒരു അഡ്ജസ്റ്റ്മെൻറ്റ്. ഓക്കെ, ഈ സംഭവം ഇത് ഇങ്ങനെ ആക്കാം. അപ്പോൾ അഡ്ജസ്റ്റ്മെൻ്റ് എല്ലാം ക്ലിയറായി. ഓക്കെ, താഴോട്ട് വന്നാൽ ഇങ്ങോട്ട് മാർക്കറ്റിൽ നല്ലൊരു അസ്ഥിരാവസ്ഥയുണ്ട്. എന്ത് സംഭവിക്കുമെന്ന് ഒരു പിടുത്തവും ഇല്ല.
അപ്പോൾ ആർക്കും പിടി തരാതാണ് മാർക്കറ്റ് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ഓപ്പൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നേരെ ഇങ്ങോട്ട്, ഇവിടുന്ന് ഇങ്ങോട്ട്, അടുത്തത് ഇവിടുന്ന് ഇങ്ങോട്ട്, ബാക്കി സാധനങ്ങളൊക്കെ അവിടെ കിടപ്പുണ്ട്. അടുത്തത് ഇത്, അടുത്തത് ഇത്. ശുഭാപ്തി വിശ്വാസം കേട്ടോ, എല്ലാം ശുഭാപ്തി വിശ്വാസങ്ങളാണ്. അപ്പോൾ ഇതിനകത്ത് മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ എങ്ങോട്ട് ബ്രേക്ക് ചെയ്യുന്നത് നോക്കുക. ബ്രേക്ക് ചെയ്യുന്നത് നോക്കിയിട്ട് മാത്രം നമുക്ക് ഒരു ട്രേഡിനെ പറ്റി ചിന്തിക്കാം എന്ന് മാത്രമേ പറയാനുള്ളൂ. മുകളോട്ടാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ഗ്രീൻ ക്യാൻഡിൽ ക്ലോസിങ് കിട്ടണം, എന്നെങ്കിൽ മാത്രമേ മുകളോട്ട് ട്രേഡ് ഉള്ളൂ. താഴോട്ടാണെന്നുണ്ടെങ്കിൽ പിന്നെ താഴോട്ട് തന്നെ പൊട്ടി വീഴുമായിരിക്കും എന്ന് വിചാരിക്കുന്നു. അറിയത്തില്ല, താഴോട്ട് പൊട്ടി വീഴാനുള്ള സാധ്യതകളൊക്കെ മാർക്കറ്റ് തെളിഞ്ഞു കാണുന്നുണ്ട്. 22,800 എന്തായാലും, 22,798 അതാണ് ഇനി ഇപ്പോഴത്തെ അടുത്ത പോയിൻ്റ്. അത് പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ മാർക്കറ്റ് 22,500 22,651 വന്ന് നിൽക്കാനുള്ള സാധ്യത ഉണ്ട്. ഓക്കെ, കാരണം ഇപ്പോഴും നെഗറ്റീവ് സെൻറ്റിമെൻറ്റ്സ് ആണ് മൊത്തത്തിൽ കാണുന്നത്. അപ്പോൾ തന്നെ ഏതെങ്കിലും രീതിയിൽ സർക്കാർ മാർക്കറ്റിനെ മുകളോട്ട് കൊണ്ടുപോകാൻ ശ്രമിച്ചാൽ അങ്ങനെ ഒരു ബൈ വരാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിലും ടെമ്പററി ആയിട്ടേ സാധ്യത ഉള്ളൂ. ഓക്കെ, അപ്പം ഇത്രയാണ് നാളത്തേക്ക് ഉള്ള സെറ്റപ്പ്. അപ്പം എല്ലാവരും ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത്, കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത്. ഓക്കെ, അപ്പം എന്നെങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ ഈ വീഡിയോ സർക്കുലേറ്റ് ചെയ്ത് പോകത്തു. യൂട്യൂബ് തന്നെ സർക്കുലേറ്റ് ചെയ്യിപ്പിക്കും. അതിന് നിങ്ങളുടെ ലൈക്കും കമൻറ്റും ഉണ്ടെങ്കിലേ നടക്കത്തുള്ളൂ. ഓക്കെ, അപ്പോൾ നാളെ എല്ലാവർക്കും ഒരു പ്രോഫിറ്റബിൾ ഡേ ആശംസിക്കുന്നു. താങ്ക് യു ഓൾ.